നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങം 1. സമൃദ്ധിയുടെ സ്വർണ്ണപ്രഭയുമായി പൊന്നിൻ ചിങ്ങം വീണ്ടും എത്തിയിരിക്കുന്നു. മലയാളിക്ക് ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ്. സ്വർണ്ണവർണ്ണമുള്ള പൊൻകതിരുകൾ പച്ചപ്പാടങ്ങളിൽ പുതിയ ചിത്രമെഴുതുന്ന കാലം. മണ്ണിൽ വിത്തെറിഞ്ഞവന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ പുതുനാമ്പുകൾ വിരിയുന്ന കാലം. വർഷം കർഷകനായി ഒരു ദിനം കൊയ്ത്തുത്സവത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. എല്ലാ ദുരിതങ്ങളും മറന്ന് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പൊൻപുലരിയിലേക്ക് വീണ്ടും ഒരു ചിങ്ങമാസം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണക്കാലത്ത് പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുകാൻ അനുവദിക്കില്ല. തൂഫാനിൽ രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാൻ എല്ലാവരും ചേർന്ന് തൂഫാൻ വിജയിപ്പിക്കുകയാണ് വേണ്ടത്. തൂഫാനിൽ കള്ളക്കളി കളിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. 75 ദിവസം പിന്നിടുന്ന ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമാണെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ SIമാരെ SHOമാരാക്കിയുള്ള പോസ്റ്റിംഗ് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലർക്കെതിരെ ശവമഞ്ചം ഒരുക്കിയത് പ്രാകൃത നടപടിയാണ്. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നടപടി സ്വീകരിക്കും. അതിന് പോലീസിന് എല്ലാ തലങ്ങളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓണക്കാലത്ത് ലഹരി ഒഴുക്കുന്നവര്, സ്പിരിറ്റ് ഒഴുക്കുന്നവര്, അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഓണക്കാലത്ത് മദ്യം ഒഴുക്കാനല്ലോ വേണ്ടേ, അല്ലെങ്കിൽ ഓണക്കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനല്ലോ വേണ്ടത്. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. പോലീസും എക്സൈസും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരുമിച്ച് ഈ കാര്യത്തിൽ ഈ തൂഫാന്റെ ഭാഗമായിട്ട് കേസുകളുടെ ഒരു വർധനവ് അതെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? കേസുകളുടെ വർധനവ് വളരെ ഉണ്ട്. കാരണം പോലീസ് വളരെ ആക്റ്റീവാണ്. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കള്ളക്കളി കളിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അത് ശക്തമായി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുന്നതാണ്. ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ തുഫാൻ. ഇതുവരെ തുഫാൻ 75 ദിവസം പിന്നിടുന്നു. വൻ വിജയമാണ്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. SHOമാരുടെ മാറ്റത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കൺഫ്യൂഷൻ എല്ലാം ഇന്നും നാളെ കൊണ്ട് എല്ലാം അവരുടെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അത് പൂർത്തിയായി. തൃശ്ശൂർ ജില്ലയിലൊന്നും ഇപ്പോഴും പോലീസുകാരെ വിട്ടുകൊടുത്തു എല്ലാ സ്ഥലങ്ങളിലും അത് ഇന്നും നാളെ കൊണ്ട് എല്ലാം പൂർത്തിയായി. വളരെ വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ പന്നിത്തടത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാറയമ്പാടം സ്വദേശി ആദിൻ ആണ് മരിച്ചത്. 25 വയസ്സാണ്. 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരനായ പാഴിയോട്ടുമുറി സ്വദേശി നന്ദകുമാർ, ബൈക്ക് യാത്രക്കാരായ പെരുമ്പിലാവ് സ്വദേശി കിഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വന്ന് പന്നിത്തടത്തെ പെട്രോൾ പമ്പിലേക്ക് തിരിയുകയായിരുന്ന സ്കൂട്ടറിൽ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്ന ഹിമാലയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ 3 പേർക്കും പരിക്കേറ്റു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. അരിയന്നൂർ പ്ലാക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ഇല്ലനിറ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നെൽക്കതിർ കറ്റകൾ ശിരസിലേറ്റി 3 തവണ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തു. തുടർന്ന് പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഹരീഷ് കണ്ടംപുള്ളി, രജനീഷ് ഉപ്പത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ കരിയർ കോമ്പസ് 2026 കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു. പ്രൊഫസറും കരിയർ കോച്ചും കരിയർ വ്ളോഗറുമായ ഡോക്ടർ ബ്രിജേഷ് ജോർജ് ജോൺ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയ മേഖലകളിലെ കരിയർ സെഷനുകൾക്കൊപ്പം 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗോൾ സെറ്റിംഗ് സെഷനും സംഘടിപ്പിച്ചു. കരിയർ വികസനം, ലക്ഷ്യനിർണ്ണയം, തൊഴിൽ ക്ഷമത വർദ്ധിക്കുന്ന നൈപുണ്യങ്ങൾ എന്നിവയിൽ ഡോക്ടർ ബ്രിജേഷ് ജോർജ് ജോൺ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി സന്നിഹിതയായിരുന്നു.
ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.